ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ 1-നെതിരെ 4 ഗോളുകൾക്കാണ് ബ്രസീൽ അർജന്റീനയോട് പരാജയപ്പെട്ടത്. സമീപകാലത്തൊന്നും ഇത്രയും വലിയ ഒരു തോൽവി അർജന്റീനയോട് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ആദ്യമായാണ് ബ്രസീൽ ഇത്രയും വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ബ്രസീലിയൻ ഫുട്ബോൾ മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെളിയിക്കുന്ന മറ്റൊരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2023 മുതൽ സൗത്ത് അമേരിക്കൻ ടീമുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ രണ്ടാമത്തെ ടീം അത് ബ്രസീലാണ്. ഒന്നാം സ്ഥാനത്ത് ദുർബലരായ ബൊളീവിയയാണ് വരുന്നത്. അവർക്ക് പിറകിൽ രണ്ടാം സ്ഥാനത്താണ് ബ്രസീൽ ഇപ്പോൾ വരുന്നത്. അത്രയും മോശം പ്രകടനമാണ് ബ്രസീലിന്റെ ഡിഫൻസും ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 25 മത്സരങ്ങളാണ് ബ്രസീൽ അതിനുശേഷം 2023 മുതൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 10 വിജയങ്ങൾ നേടി, 8 സമനിലകൾ, 7 തോൽവികൾ, ആകെ 40 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 31 ഗോളുകൾ ഈ മത്സരങ്ങളിൽ നിന്ന് ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. +9 മാത്രമാണ് ഗോൾ ഡിഫറൻസ് ഉള്ളത്. അതായത് 2023 മുതൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ രണ്ടാമത്തെ സൗത്ത് അമേരിക്കൻ ടീം അത് ബ്രസീലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ 4 ഗോളുകൾ വഴങ്ങിയതോടു കൂടിയാണ് ഈ ഒരു കണക്കിലേക്ക് ഇപ്പോൾ ബ്രസീൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.